ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനും ഹരിയാനയിൽ ബി.ജെ.പിക്കും ജയം. ജമ്മു കശ്മീരിൽ 10 വർഷത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷം നേടി. സംസ്ഥാന പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള കശ്മീർ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. ബി.ജെ.പി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ പി.ഡി.പിയുടെ തകർച്ചയാണ് ജമ്മു കശ്മീരിൽ ശ്രദ്ധേയം. हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും ഹരിയാനയിൽ ബി.ജെ.പി നേടിയത് ഹാട്രിക് ജയം. അന്തിമ ചിത്രമായിട്ടില്ലെങ്കിലും ഹരിയാനയിൽ ബി.ജെ.പി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. നയാബ് സിംഗ് സൈനി തന്നെ മുഖ്യമന്ത്രിയായി തുടരും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോൺഗ്രസ് സംശയം പ്രകടിപ്പിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായിരുന്നെങ്കിലും പിന്നാലെ ബി.ജെ.പി ലീഡ് ഉയർത്തുകയായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അപ്ലോഡ് ചെയ്യാൻ വൈകിയെന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കോൺഗ്രസ് ആരോപണം ശരിവെക്കുന്ന ഒന്നും കണ്ടെത്തിയില്ല. ചട്ടപ്രകാരമാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങളുമായി ആ വാർത്തയിലേക്ക് എത്താം. ഹരിയാനയിലെ വിധി അംഗീകരിക്കാനാകില്ല എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമല്ല, ഗ്രൗണ്ടിൽ കണ്ടതിന്റെ വിപരീതമാണ് ഉണ്ടായതെന്നും ജയറാം രമേശ്. तब रिजल्ट आना शुरू नहीं हुआ था. इनफैक्ट तब तो आप लोग बाहर जो हमें दिखा पवन खेर कि रुझान हमारे पक्ष में चल रहे थे 70-71 सीट पे, तब भी हमने लिखित शिकायत हमारे राव नरेंद्र सिंह जी ने और पानीपत वाले कैंडिडेट ने करनी शुरू कर दी थी. So you said that results are not acceptable to the Congress. Could you elaborate on that? And what are the, apart from approaching the EC, will you also take legal recourse? What do you exactly mean when you say that it is not acceptable to you? Well, in response to जो मौसमी ने सवाल किया था, कितने सीटों का सवाल है, हमारा अनुमान है कि 12-14 सीटें ऐसे हैं जहां गंभीर, इससे भी ज़्यादा हो सकती हैं, पर पहला लिस्ट जो हमने तैयार किया है 12 या 14 सीटें ऐसे हैं जहां गंभीर सवाल उठाए गए हैं उम्मीदवारों द्वारा. तो ये कल ही बता पाएंगे फाइनल कितने सीटें हैं, पर आज मैं बता सकता हूं 12 से 14 सीटें पर गंभीर सवाल उठते हैं. The reason why we are not accepting it is because not only is it surprising, not only is it unexpected, but there are serious issues that have been raised on the integrity of the county. വിനീത വിജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, ഇപ്പോൾ ഹരിയാനയിലെ വിധി അത് തുടക്കത്തിൽ കോൺഗ്രസ് ആഘോഷം വരെ തുടങ്ങിയതാണ്. ആദ്യഘട്ടത്തിലെ ഫലസൂചനകൾ കണ്ട് പിന്നീട് മാറി മറിയുന്നത് കണ്ടു. അത് അംഗീകരിക്കാനാവില്ല വിധി എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു. തുടർ നിയമ നടപടികളിലേക്ക് പോകുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയുമാണല്ലോ. ഹരിയാനയിൽ മൂന്നാമതും വിജയം, പ്രതീക്ഷിച്ച അല്ലെങ്കിൽ പ്രവചനങ്ങളെല്ലാം അട്ടിമറിക്കുന്ന ഒരു വിജയം ബി.ജെ.പി നേടുന്നു. അതേസമയം കശ്മീരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ്, അതിൽ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുന്നേറ്റം, അല്ലെങ്കിൽ അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നു, അവരുടെ മുദ്രാവാക്യങ്ങളെ അംഗീകരിക്കുന്നു എന്ന തരത്തിലുള്ള വിധി വരുന്നു. എങ്ങനെ വിലയിരുത്താം ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും വിധിയെ? തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവചനാതീതമായിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ജനവിധി എന്നുള്ളത്. കാരണം എക്സിറ്റ് പോൾ ഫലമടക്കം മുന്നിൽ നിർത്തി നോക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നത് തന്നെയായിരുന്നു ഹരിയാനയിലെ ഈ സർവേകളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതേസമയം ജമ്മു കാശ്മീരിൽ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതകളും സർവേകൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സർവേകളെയൊക്കെ പാടെ തള്ളുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ജനവിധി എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഉണ്ടായിരുന്നത്.
ഗോകുൽ സൂചിപ്പിച്ചതുപോലെ രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹിയിലെ AICC ആസ്ഥാനത്തെത്തുകയും അവർ ഈ വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആഘോഷ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മധുര വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു. നൃത്തച്ചുവടുകളുമായി പ്രവർത്തകർ AICC-യിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നാലെ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആ ലീഡ് നിലകൾ അത് മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ആരോപണവുമായി രംഗത്ത് വന്നത്. പ്രധാനമായും പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 7 റൗണ്ടും 8 റൗണ്ടും ഒക്കെ എണ്ണിത്തീർക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ ഏറ്റവും പിന്നിലായി പോകുന്നു കോൺഗ്രസ്. പക്ഷേ അവിടെ നിന്നുള്ള നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മറ്റൊരു വിവരമാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചേർന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതിയിൽ അവർ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ വരുന്ന അപ്ഡേഷനുകൾ അത് വ്യക്തതയില്ല, അതിൽ യാതൊരു കൃത്യതയുമില്ല. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഇതിൽ ഇടപെടണമെന്നും ഒപ്പം ഈ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണം, കൃത്യമായതും ഒപ്പം തന്നെ സുതാര്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഈ സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം ഏതായാലും കോൺഗ്രസ് പ്രതീക്ഷിച്ചതും പ്രവചനങ്ങൾക്കും ഒക്കെ വിപരീതമായ ഫലമാണ് ഹരിയാനയിൽ വന്നത്. അത് അംഗീകരിക്കാനാവില്ല എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴും യാതൊരുവിധ പിഴവുകളും ഇല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്യുന്നു.